ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് അമേസിംഗ് വേൾഡ്. അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ ഒരു പുതിയൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് ആത്മപരിശോധന എന്നാണ് ടാസ്കിൻ്റെ പേര്. ആ ഒരു പേര് പോലെ തന്നെ സ്വയമായിട്ടൊന്ന് പരിശോധന ചെയ്യുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെയാണ്, പിന്നെ അങ്ങനെ കുറേ മോട്ടിവേഷൻ നമുക്ക് നമ്മളോട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു ടാസ്കിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വലിയൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പോയി നമ്മൾ ആ നോക്കിയിട്ട് സംസാരിക്കുക. ഇതാണ്. എന്നിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. നിനക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ സംസാരിച്ച് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്തിട്ട് നമുക്കൊരു മൈൻഡ് അപ്പോൾ ഒന്ന് റിലാക്സ് ആവും നമുക്ക് സംസാരിച്ച് കഴിയുമ്പം. അങ്ങനെ ഒരു ടാസ്ക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ആദ്യം പോയത് ജിൻഡോയാണ്. അങ്ങനെ ജിൻഡോ പോയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതുപോലെ ഇത്രയും നാൾ ഇവിടെ വന്നു, ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞപ്പോഴും ജിൻഡോ സംസാരിക്കാൻ തുടങ്ങിയത്, ജിൻഡോ നീ പൊളിയാണ്, ലാസ്റ്റ് 9 നോമിനേഷനിൽ നീ വന്നു, ആ നോമിനേഷനെല്ലാം നീ ജയിച്ചു, കഴിഞ്ഞ നോമിനേഷനിൽ നീ വന്നില്ല, അതിൻ്റെ രഹസ്യം എന്താണ്? നിന്നെ ആരും ഇനി നോമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നീ അവിടെ ജയിക്കും. ടോപ്പ് 5 ജിൻഡോ ഉണ്ട് എന്നാണ് മത്സരാർത്ഥികളെയും കൊണ്ട് പറയിപ്പിക്കാൻ ജിൻഡോ നിനക്ക് പറ്റി. അതായത് ഇത് നീയായിട്ട് പറയിപ്പിച്ചതല്ല, അവരായിട്ട് തന്നെ പറയുവാണ്. ഇപ്പം ടോപ്പ് 5 ചോദിക്കുമ്പോൾ ജിൻഡോ ഉണ്ട് ആ ടോപ്പ് 5 എന്ന് പറയിപ്പിക്കാൻ നിന്നെയും കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നീ വിജയിച്ചു. ഇനിയും നീ മുമ്പോട്ട് തന്നെ വിജയിച്ചു പോവും, നീ കപ്പെടുക്കും. ഇതൊക്കെയാണ് ജിൻഡോ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ജിൻഡോ നിനക്ക് സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, സംസാരം ഇച്ചിരി സ്ലോ ആണ്, അത് മാത്രമേ ഉള്ളൂ, അത് നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നിന്നെ കൊണ്ട് അത് സാധിക്കും. ആ ഒരു കാര്യം വിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും നീ പെർഫെക്റ്റ് ആണ് ജിൻഡോ, നിന്നെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. പിന്നെ നീ ഇവിടോട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് പോരുന്നതിന് മുമ്പ് നിൻ്റെ ഗുരുക്കന്മാർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അവർക്കൊക്കെ നേടാൻ പറ്റാത്ത ആ ഒരു കപ്പ് ഞാൻ നേടിയെടുക്കും, അതായത് ജിൻഡോ നേടിയെടുക്കും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ആ വാക്ക് എനിക്ക് പാലിക്കണം. ഇതൊക്കെയാണ് ജിൻഡോ അവിടെ സംസാരിക്കുന്നത്. അതായത് ജിൻഡോയ്ക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, എല്ലാം നേടും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ജിൻഡോ പറയുന്ന, ജിൻഡോ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നിനക്കൊരു ആക്ടർ ആവണമെന്നാണ്, അത് നിന്നെ കൊണ്ട് സാധിക്കണം. നീ ഓർക്കുന്നുണ്ടോ നീ ഒരു ആക്ടറിനോട് അല്ലെങ്കിൽ ഒരാളോട് ഇങ്ങനെ ഒരു അവസരം ചോദിച്ചപ്പം അവർ നിന്നോട് പറഞ്ഞത്, മാഷേ നിങ്ങൾ എൻ്റെ മാഷാണ്, പക്ഷെ ഞങ്ങളുടെ ഫീൽഡിലോട്ട് വരുമ്പോൾ നിങ്ങൾ ജൂനിയർ ആക്ടർ ആകും, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എപ്പോഴും നിങ്ങളെ മാസ്റ്ററായിട്ട് ഞങ്ങൾക്ക് കാണണം, നിങ്ങൾ എപ്പോഴും ഹൈ ലെവലിൽ ഇരിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം അത് പറഞ്ഞപ്പം മുതൽ ഞാൻ ചിന്തിച്ചതാണ് എനിക്കൊരു ആക്ടർ ആവണമെന്ന്. കാര്യം നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം ജിൻഡോ, അതാണ് നീ ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞ് ജിൻഡോ അങ്ങ് പൊളിക്കുവാണ്. ജിൻഡോ മാക്സിമം ജിൻഡോയെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഇനി നിനക്ക് കിട്ടത്തില്ല, ഇത് ഒരു നല്ലൊരു ചാൻസാണ്, നിൻ്റെ എല്ലാ കഴിവുകളും തെളിയിക്കാൻ പറ്റുന്ന ഒരു ചാൻസാണ്. നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണ്? ആ ഒരു കപ്പ് മേടിച്ചുകൊണ്ട് വരും എന്നാണ് നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. അതുപോലെ ജിൻഡോ, നീ അവിടെ നാട്ടിലെ പല കാര്യങ്ങളും നല്ല സേവനങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നിൻ്റെ നാട്ടിൽ നിൻ്റെ ഒരു ഫ്ലെക്സ് വന്നിട്ടില്ല. അപ്പം നിൻ്റെ ഫ്രണ്ട്സ് നിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്ലെക്സ് വെക്കാനായിട്ട്, അതല്ലാതെ നിനക്ക് വേണ്ടി ആരും ഫ്ലെക്സ് വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പം നിൻ്റെ ഫ്ലെക്സ് നിൻ്റെ നാട്ടിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ ഫ്ലെക്സ് വെച്ച് നിൻ്റെ നാട്ടുകാരത് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അത് നിൻ്റെ വിജയം തന്നെയാണ്, നിന്നെയും കൊണ്ട് സാധിക്കും, നിന്നെയും കൊണ്ട് സാധിക്കാത്തത് ഒന്നും തന്നെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ ആ ഒരു മോട്ടിവേഷൻ ഞാൻ ഓർത്തു. ജിൻഡോയുടെ ഈ സംസാരം കേട്ടപ്പം എന്താ പറയുക, സാധാരണ ജിൻഡോ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വരും സംസാരത്തിലാണെങ്കിലും, ഇതെന്ന് പറയുമ്പോൾ ജിൻഡോ സംസാരിക്കുന്ന ഭയങ്കര സ്ഫുടമായിട്ട് അങ്ങ് സംസാരിച്ച് പോവാണ്. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു, ഇത്രയൊക്കെ ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയാമോ? കാര്യം
ആ പറയുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ എന്താ പറയണ്ടേ, ഒരു ലാഗില്ല, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നത്തില്ല. അത് ആ പറയുന്ന വാക്കുകളും ഭയങ്കര സ്ഫുടമായിട്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം ഹൗസിലൊക്കെ അടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു, കാരണം അത് കേട്ടപ്പോൾ. പക്ഷേ എന്തായാലും ജിൻഡോയ്ക്ക് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത് ജിൻഡോ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജിൻഡോയ്ക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ജിൻഡോ പറയുന്നു. ജിൻഡോ കപ്പ് എടുത്തിട്ട് പോകും. അതാണ് ജിൻഡോയ്ക്കുള്ള ഏക ഒരു എയിം എന്ന് പറയുന്ന കപ്പാണ്. അത് ജിൻഡോ നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ബിഗ് ബോസ് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്, ജിൻഡോ വിജയിച്ച് വരട്ടെ എന്നും അത് എല്ലാ മത്സരത്തേക്കും കൊടുക്കും ലാസ്റ്റിൽ. അപ്പം ജിൻഡോ എങ്ങനെ ലാസ്റ്റിൽ ജിൻഡോ എപ്പോഴും ചെയ്യാറുള്ള പോലെ നമസ്കാരം മീൻസ് അങ്ങനെ തൊട്ട് തൊഴുത് അങ്ങനെ ജിൻഡോ തിരിച്ചു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ജാസ്മിനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ജിൻഡോക്കൊക്കെ അവിടെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നമ്മളിവിടെ ഗ്രാഫ് വരച്ചത് എന്താണോ അതാണ് ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ജിൻഡോ പൊളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അതിശയം തോന്നി. അത് ലൈവ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ എപ്പിസോഡിലൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ജിൻഡോ പറഞ്ഞത് ഇങ്ങനെ വൺ ബൈ ആയിട്ട്. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ആ ഒരു സ്ഫുടനത, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ എത്രയോ തവണ ജാസ്മിനുമായിട്ടൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഗബ്രിയുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയത്. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ജിൻഡോയ്ക്ക് വേർഡ്സുകൾ വരാറില്ലായിരുന്നു. പക്ഷെ ആ ജിൻഡോ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരാളിന് ആ പറയുന്ന വേർഡ്സ് എത്ര സ്ഫുടതയാണെന്നുള്ള കാര്യം എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം. ഇനി ഇപ്പം ആദ്യം ജിൻഡോ ആണ് കയറിയിരിക്കുന്നത്, ഇനി അടുത്ത ശ്രീതുവാണ്, അങ്ങനെ ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പറയേണ്ടത് എന്താണെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. അപ്പം അതുവരെ ബൈ.